സത്യത്തിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന് വിശ്വാസ്യത പണ്ടേ പോയിട്ടുണ്ട്. കാരണം അവർ ബീഹാറിലെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ അതെല്ലാം പുറത്തു വന്നപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ ഒരു ബി ടീമായി മാറിപ്പോയി എന്ന ന്യായമായ വിമർശനം ഇന്ത്യയിൽ ഉയർന്നു വരികയും അത് ഏറെക്കുറെ ബി ജെ പിക്കാർക്ക് പോലും എതിർപ്പില്ലാത്ത രീതിയിൽ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ ഒരു ഉപകരണമായിട്ടാണ് ഈ ജ്ഞാനേഷ് കുമാർ പ്രവർത്തിക്കുന്നത്. ബി ജെ പി ആഗ്രഹിക്കുന്ന എന്തും അയാൾ നടത്തി കൊടുക്കുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികളോട് ഒരു കാരുണ്യമില്ലാതെ, കാരുണ്യം മാത്രമല്ല ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് ഉണ്ടാവേണ്ട തുല്യമായ സമീപനം പോലും ഇല്ലാണ്ടാണ് അയാൾ പെരുമാറുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാം. അതറിയാതെ ആയിരിക്കും രത്തൻ കേൽക്കർ ഇതിൻ്റെ വിശ്വാസ്യത തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന് ഏതോ ഒരു മായാലോകത്തിരിക്കുകയായിരിക്കും. മാത്രമല്ല, ബംഗാളിലിരിക്കുന്ന മഹുവ മൊയ്ത്രയ്ക്ക് ഇതിൻ്റെ പേരിൽ നോട്ടീസ് അയക്കുക, പോലീസിനോട് കേസെടുപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അവർ അധികാരം പ്രയോഗിക്കലാണ്. തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടവർക്ക് വരുന്നൊരു പ്രത്യേക അസുഖമാണത്. അവർ പരമാധികാരം അവർക്കാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവർക്ക് പോലീസിനെ ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റും. മീഡിയ അവർ പറയുന്നത് ശ്രദ്ധിക്കും. അതുകൊണ്ട് അവർക്ക് എന്തോ ഒരു സവിശേഷമായ ഒരു അധികാരം അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ള തോന്നൽ വരും. അത് ഈ കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോകുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഉറച്ചിൽ പോലെയാണ്. എന്തും പറയാം. അങ്ങനെ ഒരു ഉറച്ചിൽ കിട്ടുമ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനം. അത് രസകരമായ കാര്യം, സാമുദായിക മൈത്രി തകർക്കുന്നു പറഞ്ഞിട്ടാണ് മഹാമൈത്രിക്കെതിരെ നോട്ടീസ്. എങ്ങനെയാണ് സാമുദായിക മൈത്രി തകരുക, എന്താണ് അതിലുണ്ടാവുക എന്നൊക്കെ പറയേണ്ടതുണ്ടല്ലോ. ഒരു ചാർജ് ചെയ്യുമ്പോൾ, ചാർജ് കൊടുക്കുമ്പോൾ എന്തുകൊണ്ടെന്നുള്ളത് പറയണമല്ലോ. മഹുവ മൈത്ര ബി ജെ പിയുടെ ഓഫീസും ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസും ഒന്നാണോ എന്ന് ചോദിക്കുന്നത് ന്യായമുണ്ട്. കാരണം ബി ജെ പി കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സീലാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ രേഖയ്ക്കകത്ത് വരുന്നത്. സ്വാഭാവികമായിട്ടും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു സംഭവം ഉപയോഗിക്കാറുള്ളത്? ഇലക്ഷൻ കമ്മീഷൻ്റെ സീലിന് പകരം ഇത് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കേരള സ്റ്റേറ്റ് കമ്മിറ്റിയുടെ സീൽ വരുന്നത് എന്തുകൊണ്ടാണ്? ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയമായ കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെതായിട്ട് മാറുന്നത് എങ്ങനെയാണ്? അതിനാണ് രത്തൻ കേൽക്കർ മറുപടി പറയേണ്ടത്. അതല്ലാതെ ഒരു മഹുവ മൊയ്ത്രയെ ഇപ്പോൾ ഒന്ന് വിരട്ടിക്കളയാന്ന് കരുതുന്നത് എന്താണോ? ഈ ഐ എസ് കാർക്ക് പൊതുവെ ബുദ്ധി കുറഞ്ഞു വരികയെന്ന് തോന്നുന്നുണ്ട്.